ധന്യൻ കദളിക്കാട്ടിൽ മത്തായിച്ചനാൽ സ്ഥാപിതമായ തിരഹൃദയ സന്യാസിനി സമൂഹത്തിലെ അംഗമായ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ലൂർദ് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ചാണ്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് വിശ്വാസികളുടെ ആശ്രയവും ആശ്വാസവുമാണ് ലൂർദ്. വേദനിക്കുന്നവർക്ക് സ്വാന്തനവും രോഗികൾക്ക് സൗഖ്യവും നൽകുന്ന പരിശുദ്ധ അമ്മയുടെ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ലൂർദിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഫ്രാൻസിലെ പിരണീസ് പർവ്വതനിരകളോട് ചേർന്നുള്ള ലൂർദ് എന്ന കൊച്ചു ഗ്രാമം 1858 ഫെബ്രുവരി 11 ഒരു സാധാരണ ദിവസമായിരുന്നു. എന്നാൽ ആ ദിവസം ഒരു 14-കാരിയായ ബെർണദീത്ത മരിയ എന്ന സാധാരണ പെൺകുട്ടിയുടെ ജീവിതവും ഒപ്പം ലോകത്തിൻ്റെ മുഴുവൻ വിശ്വാസ ചരിത്രവും മാറ്റിമറിച്ചു. വിറക് ശേഖരിക്കാൻ പോയ ബെർണദീത്ത മസാംബിയാലെ എന്ന ഗുഹയിൽ കണ്ടത് സ്വർഗീയമായ ഒരു കാഴ്ചയായിരുന്നു. ഒരു വെള്ള വസ്ത്രം ധരിച്ച് നീല അരപ്പട്ടയും കാലുകളിൽ സ്വർണ്ണ റോസാപ്പൂക്കളും ജപമാലയും ധരിച്ച അതിസുന്ദരിയായ ഒരു സ്ത്രീ. അതായിരുന്നു പരിശുദ്ധ കന്യകാ മറിയം. 1858 ഫെബ്രുവരി 11 മുതൽ ജൂലൈ 16 വരെ 18 തവണ പരിശുദ്ധ അമ്മ ബെർണദീത്തായ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. ഓരോ പ്രത്യക്ഷീകരണവും ഒരു സന്ദേശമായിരുന്നു. പാപമോചനത്തിൻ്റെ, മാനസാന്തരത്തിൻ്റെ, പ്രാർത്ഥനയുടെ, സ്നേഹത്തിൻ്റെ സന്ദേശം. പ്രത്യക്ഷീകരണങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രദ്ധേയമായ ഒന്നായിരുന്നു പരിശുദ്ധ അമ്മയുടെ നിർദ്ദേശപ്രകാരം ബെർണദീത്ത പാറയിൽ നിന്ന് ഒരു ഉറവ കണ്ടെത്തിയത്. പോയി ഉറവയിലെ വെള്ളം കുടിക്കുക, അതിൽ കുളിക്കുക എന്നായിരുന്നു അമ്മയുടെ ആജ്ഞ. പാറപ്പുറത്ത് കൈകൊണ്ട് തട്ടിയപ്പോൾ ചെറിയൊരു നീർച്ചാൽ ഒഴുകി തുടങ്ങി. ഇന്ന് ലോകം അത്ഭുത ജലം എന്ന് വാഴ്ത്തുന്ന ലൂർദ് ജലത്തിൻ്റെ ഉറവിടമാണത്. രോഗശാന്തിയുടെ അനേകം അത്ഭുതങ്ങൾക്ക് ഈ ജലം സാക്ഷ്യം വഹിക്കുന്നു. ഞാനാണ് അമലോത്ഭവയായ മറിയം, ഐ ആം ദ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ എന്ന് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തിയതോടെ ലൂർദിൻ്റെ പ്രാധാന്യം ലോകം തിരിച്ചറിഞ്ഞു. ഈ വെളിപ്പെടുത്തൽ മാതാവിൻ്റെ അമലോത്ഭവത്തെക്കുറിച്ചുള്ള വിശ്വാസ സത്യത്തിന് കൂടുതൽ ബലമേകി. ഇന്ന് ലൂർദ് ലോകത്തിലെ ഏറ്റവും വലിയ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ എത്തുന്നു. രോഗങ്ങളും ദുരിതങ്ങളുമായി വരുന്നവർക്ക് ലൂർദ് ഒരു വലിയ ആശ്രയമാണ്. ലൂർദിലെ രാത്രികാല മെഴുകുതിരി പ്രദക്ഷിണം അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. ആയിരക്കണക്കിന് ആളുകൾ ഒരേ മനസ്സോടെ ജപമാല ചൊല്ലി മുന്നോട്ട് നീങ്ങുമ്പോൾ അവിടെ ഒരു സ്വർഗീയ അനുഭൂതി നിറയുന്നു. രോഗികൾക്കും നിരാലംബർക്കും വേണ്ടി പ്രത്യേകം നടത്തുന്ന പ്രദക്ഷിണങ്ങളും പ്രാർത്ഥനകളും ലൂർദിൻ്റെ പ്രത്യേകതകളാണ്. പരിശുദ്ധ അമ്മയുടെ വിശ്വസ്ത ദാസിയായ ബെർണദീത്ത പിന്നീട് സന്യാസ സഭയിൽ ചേർന്ന് ജീവിതം നയിച്ചു. വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ബെർണദീത്തായുടെ മൃതദേഹം ഇന്നും അഴുകാതെ സൂക്ഷിച്ചിരിക്കുന്നു എന്നത് ലൂർദ് അത്ഭുതങ്ങളുടെ മറ്റൊരു തെളിവാണ്. അതുപോലെ തന്നെ അധികം ആർക്കും അറിയാത്ത കാര്യമാണ് ലോകപ്രശസ്തമായ ഫെറേറോ റോഷർ ചോക്ലേറ്റുകളുടെ പിറവിക്ക് പിന്നിൽ ലൂർദിലെ മരിയൻ ദർശനങ്ങളാണ് എന്നുള്ളത്. കന്യകാമറിയത്തോടുള്ള ഭക്തിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സ്ഥാപകൻ മിഷേൽ ഫെറേറോ തൻ്റെ വിജയത്തിന് കാരണം മാതാവാണെന്ന് വിശ്വസിച്ചു. ലോകമെമ്പാടുമുള്ള തൻ്റെ ഉൽപാദന കേന്ദ്രങ്ങളിൽ അദ്ദേഹം മാതാവിൻ്റെ പ്രതിമകൾ സ്ഥാപിക്കുകയും ചെയ്തു. ലൂർദ് വെറും ഒരു തീർത്ഥാടന കേന്ദ്രം മാത്രമല്ല, മറിച്ച് അതൊരു പ്രാർത്ഥനയാണ്, ഒരു അനുഭവമാണ്, ഒരു പ്രതീക്ഷയാണ്. രോഗികൾക്ക് സൗഖ്യവും പാപികൾക്ക് മോചനവും നിരാശർക്ക് പ്രത്യാശയും നൽകുന്ന പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഓരോ നിമിഷവും അവിടെ അനുഭവവേദ്യമാണ്. പരിശുദ്ധ ലൂർദ് മാതാവിന്റെ അനുഗ്രഹം നമ്മൾ ഓരോരുത്തരിലും സദാ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്